യൂട്യൂബിലും ഇൻസ്റ്റയിലൊക്കെ വൈറലായിട്ടുള്ളൊരു പിസ്സൻ്റെ റെസിപ്പിയാണിട്ടത്. ഈ ഒരു പിസ്സയിൽ നമ്മൾ ബ്രെഡോ മൈദ ഒന്നും യൂസ് ചെയ്യണില്ല കേട്ടോ. അതൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പിസ്സയാണിത്. നമ്മളിത് തേങ്ങ വെച്ചാട്ടോ ഈ ഒരു പിസ്സൻ്റെ ബേസ് ഉണ്ടാക്കിയെടുക്കുന്നത്. നമുക്കിത് ഫ്രൈങ് പാനിൽ ഒരു 10 മിനിറ്റ് കൊണ്ട് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള പിസ്സയാണ്. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങാപ്പീര ചേർത്ത് കൊടുക്കാം കേട്ടോ. ഡെസിക്കേറ്റഡ് കോക്കനട്ട്. അപ്പോൾ ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ സെയിം അളവ് തന്നെ ഒരു 1/4 കപ്പ് കാഷ്യൂനട്ട് പൊടിച്ച് ചേർത്ത് കൊടുക്കുകയാണ്. കാഷ്യൂനട്ട് പൊടിച്ചതിന് പകരം ബദാം പൊടിച്ചതായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ടേസ്റ്റിന് വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല. ഇത് രണ്ടും കൂടെ ഒന്ന് നന്നായിട്ടൊന്നും കൂടി പൊടിച്ചെടുക്കുക കേട്ടോ. ഈ ഒരു തേങ്ങാപ്പീരയും കാഷ്യൂനട്ട് പൗഡറും കൂടെ ഒന്നും കൂടെ ഒരു മിനിറ്റ് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കോഴിമുട്ടയാണ്. ഞാനിപ്പോൾ ഇവിടെ 2 കോഴിമുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ 2 കോഴിമുട്ട ഇത് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി ഒരു ബാറ്ററിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒലീവ് ഓയിൽ ആയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് പകരമായിട്ട് സൺഫ്ലവർ ഓയിൽ എടുക്കാം, അല്ലെങ്കിൽ ബട്ടർ എടുക്കാം കേട്ടോ. ഏതായാലും കുഴപ്പമൊന്നുമില്ല. ഇതെല്ലാതും കൂടെ ഒരു സ്പൂൺ വെച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത് തേങ്ങാപ്പീരയും കാഷ്യൂനട്ട് പൗഡറൊക്കെ മിക്സിയുടെ ജാറിൽ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ബാറ്റർ നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. 1 മിനിറ്റ് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ പിസ്സക്ക് വേണ്ട മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പിസ്സ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഒരു പാൻ ചൂടാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു അല്പം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഒരു ബാറ്റർ ഈ ഒരു പാനിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു ബാറ്റർ ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം ലോയിൽ വെച്ച് കൊടുക്കുക കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഒരു ബാറ്റർ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ആ ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബാറ്റർ ഈ ഒരു പാനിൽ മൊത്തത്തിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് കുക്കായി കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു ബാറ്റർ ഒന്ന് കുക്കായി വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മളിവിടെ ഒരു ഇൻസ്റ്റൻറ്റ് പിസ്സ സോസ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതൊരു ബൗളിൽ ഒരു 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ റെഡ് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 1/4 ടീസ്പൂൺ ഒറിഗാനോ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുള്ളത് കേട്ടോ. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മൾ ഇൻസ്റ്റൻറ്റ് പിസ്സ സോസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ടോപ്പിങ്സിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് സോസേജാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് ചിക്കൻ വേണമെങ്കിലും എടുക്കാം, അല്ലെങ്കിൽ വെജിറ്റബിൾസ് മാത്രമായിട്ട് അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഓയിൽ ചൂടാക്കിയിട്ട് സോസേജ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. സോസേജ് പെട്ടെന്ന് ഫ്രൈ ആക്കി കിട്ടും കേട്ടോ. 2-3 മിനിറ്റ് ടൈം എടുക്കുള്ളൂ ഫ്രൈ ആക്കി എടുക്കാൻ. ഇപ്പോൾ അത് സോസേജും ഫ്രൈ ചെയ്ത് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു സമയത്ത് ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമ്മളെ പിസ്സൻ്റെ മാവൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ മുട്ടയൊക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ ഈ ഒരു മാവ് നന്നായിട്ട് പൊങ്ങി വരും കേട്ടോ. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം, ഇത് കുക്കായിട്ടുണ്ടോ നോക്കാം. നമ്മളിത് തൊട്ട് വെക്കുന്ന സമയത്ത് കയ്യിൽ ഒട്ടിപ്പിടിക്കണില്ലെങ്കിൽ ഇത് കുക്കായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഭാഗത കരിഞ്ഞൊന്നും പോയിട്ടില്ല കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കുക്കായി കിട്ടിയിട്ടുണ്ട്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ലോ ഫ്ലെയിമിൽ തന്നെ ഈ ഒരു ബേസ് നമ്മൾ കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു ബേസിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഇൻസ്റ്റൻറ്റ് പിസ്സ സോസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് ആദ്യം ചീസ് സ്ലൈസ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ മുകളിലായിട്ട് കുറച്ചും കൂടെ മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സോസേജ് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കുകയാണ്. ഞാനിവിടെ ക്യാപ്സിക്കം ആയിട്ട് എടുത്തിട്ടുള്ളത്. ക്യാപ്സിക്കം 3 കളറിലെ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സവാള എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ചും കൂടെ ചീസും ഒലീവ്സും ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ ഒറിഗാനോ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നില്ല. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. ഈ ചീസൊക്കെ ഒന്ന് മെൽറ്റായിട്ട് ആ ഒരു പിസ്സ ബേസിൻ്റെ ആ ഒരു ഭാഗം കൂടെ ഒന്ന് കുക്കായി വരണം. ഇപ്പോൾ ഇത് ഒരു 5 മിനിറ്റ് സമയം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഈ ചീസൊക്കെ മെൽറ്റായിട്ട് പിസ്സ പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം കേട്ടോ. നമ്മൾ സാധാരണ പിസ്സ ഉണ്ടാക്കിയെടുക്കുന്ന പോലെ തന്നെ നമുക്ക് ഈ ഒരു പിസ്സ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. നല്ല തിൻ ക്രസ്റ്റ് ആയിട്ടുള്ള പിസ്സയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ ഒരു പിസ്സൻ്റെ ബേസ് കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ മൈദയും ബ്രെഡൊന്നും വെച്ചുണ്ടാക്കുന്ന പിസ്സൻ്റെ ബേസ് പോലെ അല്ല കേട്ടോ. ഭയങ്കര ടേസ്റ്റ് അത് കഴിക്കാൻ. അപ്പോൾ നിങ്ങളിത് എന്തായാലും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നമുക്കൊരു 10 മിനിറ്റ് ടൈം ഇത് കുക്ക് ചെയ്തെടുക്കാൻ എടുക്കുന്ന ടൈം വരുന്നുള്ളൂ. നമ്മൾ വീട്ടിലുള്ള കുറച്ച് ഐറ്റംസ് മാത്രം മതിയല്ലോ. ചീസൊക്കെ അല്ലേ നമ്മൾ പുറത്തുനിന്ന് വാങ്ങേണ്ടി വരുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എന്നിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്.